വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന 9ാം അധ്യായം ആണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വരൂപ ദർശനം ഒക്കെ എപ്രകാരം നമുക്ക് സാക്ഷാത്കരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്ത് നിർത്തിയത്. ശ്ലോകം 20 വായിക്കാം ഇന്ന്. ത്രൈവിദ്യാമാം സോമപാ പൂതപാപാ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ത്രൈവിദ്യാമാം സോമപാ പൂതപാപാ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ത്രൈവിദ്യാമാം സോമപാ പൂതപാപാ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസ്വാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ത്രൈവേദ്യമാം സോമപാംഭൂതപാപാം യജ്ഞൈരിഷ്ടാ സ്വർഗതീം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്രൈവിദ്യാമാം സോമപാഭൂതപാപാ യജ്ഞൈരിഷ്ട്വാ സ്വർഗതീം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്രന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ത്രൈവേദ്യമാം സോമപാഭൂതപാപാ യജ്ഞൈരിഷ്ട്വാ സ്വർഗതീം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകാ അസ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാദിന്റെ വിവർത്തനവും ഭാവാർത്ഥവും. സ്വർഗതിയും സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് ത്രൈവിദ്യ വേദപഠനം നടത്തുന്നവരും സോമപാഹ സോമപാനം ചെയ്യുന്നവരും യജ്ഞൈഹി ഇഷ്ട്വ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് മാം പ്രാർത്ഥയന്തേ എന്നെ പ്രാർത്ഥിച്ച് ഭൂതപാപ പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി തേ അവർ പുണ്യലോകമായ സുരേന്ദ്രലോകമാസ്വാദ്യ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് ദിവ്യങ്ങളായ ദിവിദേവഭോഗാൻ ദേവഭോഗങ്ങളെ അസ്നന്തി അനുഭവിക്കുന്നു.
സ്വർഗീയ സുഖങ്ങൾ കാംക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ പ്രാർത്ഥിച്ച് പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് ദിവ്യങ്ങളായ ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മഹാത്മാവ്, അവരെല്ലാവരും തന്നെ മഹാത്മാക്കളാണ്. അതുകൂടാതെ പിന്നെ ആത്മാരാധന ചെയ്യുന്നവരുണ്ട്, ബ്രഹ്മവാദികളുണ്ട്, വിശ്വരൂപത്തെ ആരാധിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും തന്നെ അതീന്ദ്രിയവാദികളാണ്. പല രീതികളിൽ അവര് പരമസത്യത്തെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അവരെല്ലാം തന്നെ പല നിലവാരത്തിൽ ഉള്ളവരായിരിക്കും. അതുകൊണ്ടാണ് അവരെല്ലാം തന്നെ ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അവരുടെ പാതകൾ വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. പിന്നെ അവരെ കൂടാതെ വേറെ ഒരു കൂട്ടരുണ്ട്, അവര് ഭൗതികവാദികളാണ്. അവരെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭൗതികവാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് അവര് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവര്, ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നവര്. ചിലപ്പോൾ ഭഗവാനെ ആയിരിക്കില്ല, ചിലപ്പോ അവര് ദേവതകളെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവരുടെ ലക്ഷ്യം, എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ഉന്നമനം. അപ്പൊ ഇവിടെ ദേവഭോഗാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ജീവിത നിലവാരത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ജീവിത നിലവാരം ആയിരിക്കില്ല. ഇപ്പൊ ഒരു ഭിക്ഷക്കാരനെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിത നിലവാരമുണ്ട്. അവർക്ക് ആ ഭിക്ഷ എടുത്ത് കിട്ടുന്ന എന്താണ് കിട്ടുന്നത്, അതുകൊണ്ട് അവർ തൃപ്തരാണ്. അതേസമയം ഒരു ക്ലർക്കിന്റെ പോസ്റ്റ് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലോ അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 15,000 20,000 രൂപയായിരിക്കും. അവര് അതുകൊണ്ട് തൃപ്തരാണ്. പക്ഷെ അത്രയും തന്നെ 20,000 രൂപ, അതിലും ഒരു ഉയർന്ന ലെവലിലുള്ള ഒരാൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് അതൊന്നും ആവില്ല. അവർക്ക് ചിലപ്പോൾ ഒരു 1,00,000 രൂപ കിട്ടിക്കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും വേണ്ടി വരും അവരുടെ ജീവിത നിലവാരം നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് തൃപ്തരാവണമെങ്കിൽ അവർക്ക് 1,00,000 രൂപ കിട്ടണം. ഇനിയിപ്പോ വലിയ വലിയ കോടീശ്വരന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലക്ഷങ്ങൾ കിട്ടിയാലും മതിയാവില്ല. കാരണം അവരുടെ ജീവിത നിലവാരം എന്ന് പറയുന്നത് അതിലും ഉയർന്നതാണ്. അപ്പോ ആ ജീവിത നിലവാരം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് ജീവിത നിലവാരം എന്ന് തന്നെ പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ. അപ്പൊ അതനുസരിച്ചിട്ടിരിക്കും അവരുടെ ആവശ്യങ്ങളും, അതനുസരിച്ച് അവരുടെ തൃപ്തി വരാനായിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളും അതുപോലെ ആയിരിക്കും. ഇപ്പോ കൊല്ലത്തിൽ താമസിക്കുന്ന ഒരാളുടെ ജീവിത നിലവാരം ആയിരിക്കില്ല തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളുടെ. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളുടെ ഒരു ജീവിത നിലവാരം ആയിരിക്കില്ല ബോംബെയിലോ അല്ലെങ്കിൽ ചെന്നൈയിലോ ഡൽഹിയിലോ ഒക്കെ താമസിക്കുന്നവർ. കാരണം അവിടേക്ക് ഒരു റൂം കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ മാസം 10,000 20,000 രൂപ വാടക കൊടുക്കേണ്ടി വരും. അതേസമയം കൊല്ലത്ത് ചിലപ്പോൾ 2,000 രൂപയ്ക്ക് കിട്ടിയെന്ന് വരും. ഇപ്പൊ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിലോ ഒരു മാസം 20,000 30,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തെയും ആ നിലവാരങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ദേവഭോഗാൻ, ആ ദേവഭോഗാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിത നിലവാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മളുടെ ഈ ഭൂമിയിലുള്ള നിലവാരം ആയിരിക്കില്ല മറ്റുള്ള ലോകങ്ങളിൽ. ഇപ്പൊ സ്വർഗലോകത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ നിലവാരം എന്ന് പറയുന്നത് വളരെ ഉയർന്ന ലെവലിലാണ്. കാരണം അവിടെ ജീവിക്കുന്ന ആളുകളും അതേ നിലവാരത്തിലുള്ളവരാണ്. ഇപ്പോ ഇവിടെ സുരേന്ദ്ര ലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്ര ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവതന്മാർ വസിക്കുന്ന ഗൃഹം. അവരും മനുഷ്യർ തന്നെയാണ്. പക്ഷെ അവരുടെ ആ ബുദ്ധി, ജീവിത ദൈർഘ്യം, ജീവിത നിലവാരം ഇതെല്ലാം വളരെ വളരെ ഉയർന്ന തലത്തിലുള്ളവരാണ്. കാരണം അവരുടെ ആ ഭക്ഷണം അതെല്ലാം ഹൈ സ്റ്റാൻഡേർഡിലാണ്. ഇപ്പൊ സോമപാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സോമപാനം ചെയ്യുന്നവര്, സോമപാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യമല്ല. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ദേവതമാരെല്ലാവരും മദ്യം കഴിക്കുന്നവരാണ്. പക്ഷെ ഈ മദ്യം അല്ല അത്.
ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഈ ഭൗതിക ലോകത്തില് ഇപ്പൊ നമ്മള് ഈ മദ്യം സേവിക്കുന്നവര്, അവർക്ക് മദ്യം സേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കിക്കാവും. അപ്പോ അവർക്ക് അതിൽ നിന്നൊരു സുഖം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സോമരസം അത് സേവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിക്കാവില്ല എന്നാണ് ശ്രീനാഥ് ഒരു ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രീമദ് ഭാഗവതത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത് കഴിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂതപാഹ, അവര് പാപപ്രതികരണങ്ങളിൽ നിന്നെല്ലാം അവർ മുക്തരാകും എന്നാണ് പറയുന്നത്. അപ്പോ മദ്യത്തിന്റെ നേരെ എതിരാണ് ഇതിന്റെ ഈ സോമപാനം ചെയ്താലുള്ള ആ ഇഫക്റ്റ് എന്ന് പറയുന്നത്. മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പല പല രീതിയിലുള്ള പാപകർമ്മങ്ങളും ചെയ്തിട്ട് അവരവരുടെ ഈ ഭൗതിക ജീവിതത്തിന്റെ അതിൽ തന്നെ കിടന്നിങ്ങനെ ഉരുളിക്കൊണ്ടിരിക്കും. അതേസമയം സോമപാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പാപങ്ങളിൽ നിന്ന് മുക്തരാകും എന്നാണ് പറയുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് പലരും പല രീതിയിൽ ശ്രമിക്കുന്നവരുണ്ട്. അതിലൊന്നാണ് ത്രൈവിദ്യ, ഈ വേദപഠനം നടത്തുന്നവര്. 3 തരത്തിലുള്ള വേദങ്ങളെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്: സാമം, യജുർവേദം, അതുപോലെ തന്നെ ഋഗ്വേദം. അപ്പൊ ഈ 3 വേദങ്ങളും പഠിച്ചിട്ടുള്ള ബ്രാഹ്മണന്, അവരെയാണ് ത്രിവേദി എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ വേദങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ്? വേദങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്. വേദേശ്യ സർവൈർ അഹം ഏവ വേദ്യ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാ വേദങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും വേദങ്ങളിൽ എടുത്തു പറഞ്ഞു. കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, അതുപോലെ തന്നെ ഉപാസനാകാന്ഡം, അങ്ങനെ പല കാണ്ഡങ്ങളും ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് അറിയലാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ പ്രകാരം നല്ല രീതിയിൽ കഴിഞ്ഞുകൂടാം എന്നുള്ളതിനെ പറ്റിയിട്ട് കർമ്മകാണ്ഡത്തിൽ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരാം, അങ്ങനെ നല്ല രീതിയിൽ കഴിഞ്ഞുകൂടാം എന്ന് കർമ്മകാണ്ഡത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഉപാസനാകാണ്ഡത്തിലാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ മറ്റു ദേവതമാരെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ശ്രീലപ്രഭുവാര് പറഞ്ഞിട്ടുണ്ട്, ദേവതമാരും നമ്മളെ പോലെ തന്നെ ജീവാത്മാക്കളാണ്. പ്രത്യേകിച്ച് ശ്രീലപ്രഭുവാര് നമ്മുടെ ആചാര്യന്മാര് പറയുന്നതാണ്, ശ്രീലപ്രഭുവാര് ദേവേന്ദ്രന്റെ അതേ ലെവലിലുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത്. അപ്പോ അവരെല്ലാം വളരെ ശക്തരാണ്. കാരണം ശ്രീലപ്രഭുവാര് എന്തുകൊണ്ടാണ് ദേവേന്ദ്രന്റെ ലെവലിലുള്ള വ്യക്തിയാണെന്ന് പറയുന്നത്? കാരണം ശ്രീലപ്രഭുവാര് പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളെ അഥവാ നിങ്ങളെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കരകയറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ദേവതമാർക്ക് സാധിക്കുന്ന കാര്യമാണ്. കാരണം അന്യഗ്രഹങ്ങളിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. ശ്രീലപ്രഭുവാര് ഇവിടുന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോയി കഴിഞ്ഞു, പക്ഷെ അവിടുന്ന് വീണ്ടും തിരിച്ചു നമ്മളെല്ലാം കൊണ്ടുപോകണം എന്ന് ശ്രീലപ്രഭുവാര് പറയണം എന്നുണ്ടെങ്കിൽ ശ്രീലപ്രഭുവാര് ആ നിലവാരത്തിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനെ ഗ്യാരണ്ടി തരുന്നത്. അപ്പോ എപ്രകാരമാണ് ദേവതമാരെ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഉപാസന കാണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജ്ഞാനകാന്ഡം, തത്വജ്ഞാനപരമായിട്ടുള്ള അറിവ് നേടിക്കൊണ്ട് ഈ പൊതുവെ ഈ ഭൗതികവാദികൾ എന്ന് പറയുന്നവര് അവർ അതീന്ദ്രിയവാദികളല്ല. അവരെല്ലാവരും തന്നെ വേദങ്ങളെ ശരണം പ്രാപിച്ചവരാണ്. വേദങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം, അതെല്ലാം അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ആ വേദങ്ങളുടെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്ന ആ ഭഗവത് സാക്ഷാത്കാരം പലപ്പോഴും അവർ അതിലേക്ക് എത്തില്ല. അപ്പോ അവരെല്ലാം ഉയർന്ന തരത്തിലുള്ള ഗ്രഹങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ട് അവര് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ മുറ പോലെ ചെയ്യും. അങ്ങനെ അവർ പാപഫലങ്ങളിൽ നിന്ന് പാപഫലങ്ങളിൽ നിന്ന് ഒരു മുക്തരായിട്ട് അങ്ങനെ അവര് ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോകും. ത്രൈവിദ്യ സോമപാ ഭൂതപാപാഹ. അപ്പോ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് മുക്തരാകാനായിട്ട് കഴിയില്ല.
അങ്ങനെ പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപരിലോകങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കണം. ഈ വേദങ്ങളെല്ലാം പഠിച്ച് അതിലത്തെ ഓരോ കാണ്ഡങ്ങളും നമ്മൾ അഭ്യസിച്ചിട്ട് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാര്യന്മാരാരും തന്നെ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആ വേദങ്ങളിലെല്ലാം നൈപുണ്യം നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേന്ദ്ര ലോകം ആസ്വാദ്യ, സ്വർഗലോകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടെ പോയിട്ട് ദിവ്യദേവ ഭോഗാൻ അശ്നന്തി, അവിടെ പോയിട്ട് ദിവ്യ ഭോഗങ്ങളെ നമുക്ക് ആസ്വദിക്കാം. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ മനസ്സിലാക്കലാണ്. ധാരാളം മഹാപണ്ഡിതന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ യഥാർത്ഥത്തിലുള്ള ത്രിവേദികള് എന്ന് പറയുന്നവര് ഭഗവാന്റെ ചരണകമലങ്ങളെ ആശ്രയിച്ചിട്ട് ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് ശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവരാണ്. പക്ഷെ ഔദ്യോഗികമായിട്ട് മാത്രം ഈ വേദാധ്യയനം ചെയ്യുന്നവര് അവര് എന്ത് ചെയ്യുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത്? അവര് ഇന്ദ്രൻ, ചന്ദ്രൻ അങ്ങനെയുള്ള ദേവതകൾക്ക് വേണ്ടിയിട്ട് യജ്ഞങ്ങളും ആഹുതികളും ഒക്കെ ചെയ്യുന്നതിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ യജ്ഞങ്ങളും ആഹുതികളും ഒക്കെ ചെയ്തുകൊണ്ട് അവര് ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തരായിട്ട് ദേവാരാധന ചെയ്യും. അങ്ങനെ മഹർലോകം, ദേവലോകം, ജനലോകം, തപലോകം, അങ്ങനെ ഉയർന്ന ഗ്രഹങ്ങളിലേക്ക് അവരെല്ലാം ഉയർത്തപ്പെടും. കാരണം അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള സുഖാഭിലാഷങ്ങളാണ്. അപ്പോ അവർക്ക് അത് ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ശരീരം ത്യജിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഭൗതിക സുഖങ്ങളിലെ കാക്ഷിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവർക്ക് അവർക്ക് ഉയർന്ന ലോകങ്ങളിലുള്ള ഒരു ജീവിതമായിരിക്കും അടുത്ത ജന്മത്തിൽ കിട്ടുന്നത്. അവിടെ അവർക്ക് കുറെ കാലം അങ്ങനെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർക്ക് അവിടെ കഴിഞ്ഞുകൂടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷെ അത് സ്ഥിരമാണോ? അല്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. തേത്തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമാലഭന്തേ. തേത്തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമാലഭന്തേ. തേത്തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമാലഭന്തേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേദം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രൈധർമ്മമനുപ്രപന്ന ഗതാഗതം കാമാലഭന്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തേദം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ മർത്യലോകം വിശന്തി ഏവം ധർമ്മമനുപ്രപന്ന ഗതാഗതം കാമാലഭന്തേ. ഹരേ കൃഷ്ണ. ഓം നമോ വാസുദേവായ. തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ധർമ്മമനുപ്രപന്ന ഗതാഗതം കാമാലഭന്തേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രൈധർമ്മമനുപ്രപന്ന ഗതാഗതം കാമാലഭന്തേ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേദം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രൈധർമ്മമനുപ്രപന്ന ഗതാഗതം കാമാലഭന്തേ.
कामालभन्ते हरे कृष्ण हरे कृष्ण प्रभु। तेतं भुक्त्वा स्वर्गलोकं विशालं क्षीणे पुण्ये मर्त्यलोकं विशन्ति एवं त्रयी धर्ममनुप्रपन्ना गदागदं कामकामा लभन्ते। हरे कृष्ण। ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ഭാവാർത്ഥവും ഏവം ഇപ്രകാരം തേ അവർ വിശാലം വിശാലമായ തം സ്വർഗലോകം ആ സ്വർഗലോകത്തെ ഭുങ്ക്ത്വ അനുഭവിച്ചിട്ട് പുണ്യേ ക്ഷീണേ പുണ്യകർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കുമ്പോൾ മർത്യലോകം വിശന്തി മർത്യലോകത്തെ പ്രാപിക്കുന്നു. ത്രയീധർമ്മം വേദത്രയധർമ്മത്തെ അനുപ്രപന്ന അനുസരിക്കുന്നവരായ കാമകാമ സുഖാനുഭോഗാന്വേഷികൾക്ക് ഗതാഗതം ജനന മരണങ്ങളെ ലഭന്തേ ലഭിക്കുന്നു. ഇപ്രകാരം അവർ വിശാലമായ ആ സ്വർഗലോകത്തെ അനുഭവിച്ചിട്ട് പുണ്യകർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തെ പ്രാപിക്കുന്നു. വേദത്രയ ധർമ്മത്തെ അനുസരിക്കുന്നവരായ സുഖാനുഭോഗാന്വേഷികൾക്ക് ജനന മരണങ്ങളെ ലഭിക്കുന്നു. ഇപ്പോ ഇവരെല്ലാം ഈ പറഞ്ഞിരിക്കുന്നവരെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉന്നത ഗ്രഹങ്ങളിലേക്ക് പോകുന്നത്? കാരണം അവിടെ അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത ദൈർഘ്യം, അതുപോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങള്, നല്ല എല്ലാ സൗകര്യം, ഇതെല്ലാം തന്നെ ലഭിക്കും. പക്ഷെ ഭഗവാൻ എന്താണ് ഇവിടെ പറയുന്നത്? അവിടെയും അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് സാധിക്കില്ല. ക്ഷീണേ പുണ്യേ അവരുടെ ആ ചെയ്തിരിക്കുന്ന ആ പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം ക്ഷയിക്കുമ്പോൾ അവർക്ക് തിരിച്ച് മർത്യലോകം വിശന്തി അവർക്ക് തിരിച്ച് വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും. നമ്മളിപ്പോ ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിവായിട്ട് നമുക്ക് കാലാകാലം ആ ബാങ്കിൽ പോയിട്ട് ആ പൈസ വിത്ഡ്രോ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കില്ല. 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10,000 രൂപ വീതം 10 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ആ 1 ലക്ഷം രൂപ തീരും. പിന്നെ 11ാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർ പറയും ബാങ്ക് അക്കൗണ്ടിൽ പൈസയില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോളാൻ പറയും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സ്വർഗലോകത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കാലം നമുക്ക് അവിടെ സുഖിച്ച് കഴിഞ്ഞുകൂടാനായിട്ട് സാധിക്കും. പക്ഷെ അതങ്ങനെ കുറഞ്ഞേ വരും ഓരോ ദിവസവും. അങ്ങനെ അവസാനം അത് വീണ്ടും വട്ടപൂജയാകുമ്പോൾ അവർ പറയും നിങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലം കഴിഞ്ഞു, ഇനി നിങ്ങൾ വീണ്ടും മർത്യലോകത്തിലേക്ക് പോയിക്കൊള്ളാനായിട്ട് പറയും. അങ്ങനെ നമുക്ക് തിരിച്ച് വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ വരണം. പിന്നെ വീണ്ടും വീണ്ടും പുതിയ ജന്മം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വീണ്ടും ഉപരിലോകങ്ങളിലേക്ക് പോകും. പിന്നെ വീണ്ടും കുറെ കാലം അവിടെ താമസിക്കും. പിന്നെ വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ അങ്ങനെ ഇവരുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷട്ടിൽ സർവീസ് അതങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് ഇവിടെ ഗതാഗതം ലഭന്തേ എന്ന് പറയുന്നത്. അവര് വീണ്ടും ജനന മരണങ്ങളെ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. ഒരിക്കലും ഈ ജനന മരണങ്ങളുടെ ചക്രത്തിൽ നിന്ന് അവർക്ക് മുക്തി നേടാനായിട്ട് സാധിക്കില്ല. ശ്രീലപ്രഭു ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ മേളകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉത്സവ പറമ്പുകളിലൊക്കെ പോയി അവിടെ ഒരു വലിയൊരു ഈ യന്ത്ര ഊഞ്ഞാല് കാണാം അല്ലെ. ചെറിയ ചെറിയ കൊട്ടകൾ തൂക്കിയിട്ടിട്ട് ഒരു വലിയ ചക്രം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൊട്ടകളെല്ലാം മുകളിലേക്ക് പോകും. പിന്നെ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ വീണ്ടും താഴത്തേക്ക് വരും, വീണ്ടും അത് മുകളിലേക്ക് വീണ്ടും താഴത്തേക്ക് വരും. അപ്പൊ ഇങ്ങനെ ഈ യന്ത്ര ഊഞ്ഞാലിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കുറെ സമയം നമ്മൾ മുകളിലായിരിക്കും, പിന്നെ കുറെ കഴിയുമ്പോൾ താഴത്തേക്ക് എത്തും, പിന്നെ വീണ്ടും മുകളിലേക്ക് പോകും. അപ്പൊ അതുപോലെയാണ് ഈ പുണ്യകർമ്മങ്ങൾ ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്. നമുക്ക് സ്വർഗലോകത്തിൽ പോകാം, വീണ്ടും തിരിച്ചു വരാം, വീണ്ടും പുണ്യം ചെയ്യാം, വീണ്ടും സ്വർഗലോകത്തിൽ പോകാം, വീണ്ടും തിരിച്ചു വരാം. അപ്പൊ ഇങ്ങനെ യന്ത്രഊഞ്ഞാലിനെ പോലെ ഇങ്ങനെ നമ്മൾ ഈ സ്വർഗം മർത്യലോകം ഇങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് ഇതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഈ ജനന മരണങ്ങളുടെ ശൃംഖലയിൽ നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കില്ല. അപ്പൊ മുക്തി നേടണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഭക്തിമാർഗം, ഭഗവാന്റെ ചരണകമലങ്ങളെ ആശ്രയം പ്രാപിക്കുക. അപ്പൊ അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും.
അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പുണ്യകർമ്മങ്ങളുടെ ഇഫക്റ്റ് ഒന്നുമില്ല. കാരണം അവിടെ പാപവുമില്ല പുണ്യവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് ഭഗവാൻ യദ്ഗത്വാന നിവർത്തന്തേ, നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അപ്പൊ അതിനുള്ള പ്രോസസ് എന്താണ്? അന്തകാലേച്ച മാമേവ സ്മരൺ മുക്ത കളയവരം. അപ്പൊ നമ്മള് ആ അവസാന നിമിഷത്തിൽ നമ്മൾ ഭഗവാനെ ഓർത്തുകൊണ്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാം. ഭഗവത് ധാമത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവര് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തില് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തേ വിദുസ്വാർത്ഥ ഗതിം ഹി വിഷ്ണു. നമ്മളുടെ എല്ലാവരുടെയും ആ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിനെ ശരണം പ്രാപിക്കലാണ് എന്നുള്ളത് അവര് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു സത്യം നാം മനസ്സിലാക്കണം. ആത്മേന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങള് നമ്മളെ കൃഷ്ണാവബോധത്തിൽ ഒരു തരത്തിലും സഹായിക്കില്ല. മറിച്ച് ആധ്യാത്മിക പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പരമസത്യം എന്നുള്ളത്. ആ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശ്ലോകം 22. അനന്യാശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം യോഗയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്യ ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമ വഹാമ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്യചിന്തയന്തോ മാം യേ ജനാം പര്യവാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്യാ ചിന്തയന്തോ മാം പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥവും. മാം എന്നെ തന്നെ അനന്യ ചിന്തയന്തഹ അനന്യമായ മറ്റൊരു ചിന്തയും ഇല്ലാതെ ഏ ജനാഹ ആരാണോ പര്യുപാസതെ സേവിക്കുന്നത് നിത്യാഭിയുക്താനാം സദാ എന്നിൽ തന്നെ അഭിയുക്തന്മാരായ തേഷാം അവരുടെ യോഗക്ഷേമം ആവശ്യങ്ങളെ അഹം വഹാമി ഞാൻ വഹിക്കുന്നു. എന്നെ തന്നെ അനന്യമായ മറ്റൊരു ചിന്തയുമില്ലാതെ ആരാണോ സേവിക്കുന്നത് സദാ എന്നിൽ തന്നെ അഭിയുക്തന്മാരായ അവരുടെ ആവശ്യങ്ങളെ ഞാൻ വഹിക്കുന്നു. ഭക്തന്മാരെ സംബന്ധിച്ചിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. ഇതിൽ അവസാനത്തെ രണ്ട് വാക്കുകൾ നമ്മളെല്ലാവരും പൊതുവെ കേട്ടിട്ടുണ്ടാവും. ഈ ഭക്തിമാർഗത്തിൽ വരുന്നതിന് മുമ്പും
ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ എംബ്ലമാണ് യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നത്. അവർ ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് അത്. അപ്പോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം കൊണ്ടും നമുക്ക് ഈ ക്ഷണികമായ ഈ ഭൗതിക ജീവിതം അത് ഒട്ടും തന്നെ അഭികാമ്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് അനന്യാശ്ചിന്തയന്ത, നമ്മള് വേറെ യാതൊരു ചിന്തയുമില്ലാതെ നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? നമുക്ക് ഈ ഭഗവാന്റെ കൃപ, അതുപോലെ തന്നെ ഭക്തന്മാരുടെ സഹവാസം, ഇതെല്ലാം കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഈ ഭൗതികവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോ ആധ്യാത്മിക പുരോഗതി നേടിയിട്ട് അങ്ങനെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? ആരെങ്കിലും അങ്ങനെ പോയതിനെ പറ്റി നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യ ജീവിതം അത് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചും രമിച്ചും ഉറങ്ങിയും ഒക്കെ ആസ്വദിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയുന്നവർ പലരും ഉണ്ട്. കൂടുതൽ പേരും അങ്ങനെയുള്ളവർ തന്നെയാണ്. പക്ഷെ ഭഗവാൻ നമുക്ക് ഈ ശ്ലോകത്തില് നമുക്ക് ഗ്യാരണ്ടി തരുകയാണ് ചെയ്യുന്നത്. യോഗക്ഷേമം വഹാമ്യഹം, നമ്മളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഭഗവാൻ നിർവഹിച്ചു തരും എന്നുള്ള ആ ഗ്യാരണ്ടി. അഹം വഹാമി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ തന്നെ അത് സ്വയം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഭഗവാന്റെ ഒരു വളരെ നല്ലൊരു ഭക്തൻ ഉണ്ടായിരുന്നു, യമുനാചാര്യർ എന്ന് പറയുന്ന ഒരു ഭക്തൻ. അപ്പൊ അദ്ദേഹം ഈ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ശ്ലോകത്തിന് വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം അത് വായിച്ചിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ സ്വയം ഇവർക്ക് വേണ്ടതെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കും എന്നുള്ള ആ ഒരു വരി വായിച്ചപ്പോൾ ഈ യമുനാചാര്യർ ഇത്രയും വലിയ ഭക്തനായിട്ട് പോലും അദ്ദേഹത്തിന് സംശയം തോന്നി. ഭഗവാൻ തന്നെ നേരിട്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എങ്ങനെയാണ് സാധിക്കുന്നത്? ചിലപ്പോൾ ഭഗവാന്റെ പ്രതിനിധികളെ ഐക്യമായിരിക്കും. പക്ഷെ ഭഗവാൻ തന്നെ നേരിട്ട് ഓരോ ഭക്തന്മാരുടെയും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തില് ഈ ഭഗവത്ഗീതയില് യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ള ആ ലൈനിൽ ഒരു 3 വര വരച്ചിട്ട് യോഗക്ഷേമം കരോമ്യഹം എന്നെഴുതി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നിർവഹിച്ചു കൊടുക്കും, പക്ഷെ എൻ്റെ പ്രതിനിധികൾ വഴി ഞാൻ അത് നിർവഹിച്ചു കൊടുക്കും എന്ന അർത്ഥം വരുന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനം എഴുതി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പുസ്തകം അടച്ചു വെച്ചിട്ട് അങ്ങനെ അദ്ദേഹം സ്നാനം ചെയ്യാനായിട്ട് നദിയിലേക്ക് പോയി. അപ്പൊ ഈ സമയത്ത് ആണ് 2 കുട്ടികൾ ഈ യമുനാചാര്യരുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ കതകില് വന്ന് തട്ടി. ഇപ്പൊ യമുനാചാര്യരുടെ പത്നി പോയിട്ട് കതക് തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ നോക്കിയപ്പോ എടുക്കാനാവാത്ത അത്രയും വലിയ ചുമട്. അത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ പണ്ട് കാലത്ത്, ഇപ്പൊ കാണില്ലേ, ഇപ്പോഴെല്ലാം സ്കൂട്ടറിലാണ്. പണ്ട് കാലത്ത് ഈ മീൻകാരെല്ലാം ഒരു വലിയ മോള തോളത്ത് വെച്ചുകൊണ്ട് അതിന്റെ 2 ഭാഗത്ത് 2 വലിയ കൊട്ടകൾ തൂക്കിയിട്ടുകൊണ്ടാണ് വരാറ്. അപ്പൊ അതുപോലെ തന്നെ ഒരു വലിയൊരു തടിക്കഷ്ണം ഇങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് അതില് 2 സൈഡിലും നിറയെ ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം നിറച്ചുകൊണ്ട് 2 കുട്ടികൾ അങ്ങനെ കതകിന്റെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ യമുനാചാര്യരുടെ പത്നി ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ്? അപ്പോ പറഞ്ഞു, ഇത് അങ്ങയുടെ പതി ഇത് ഞങ്ങളുടെ കയ്യിൽ തന്നയച്ചിരിക്കുന്നതാണ്. എന്നാലും ഇത്രയും വലിയൊരു ചുമട് നിങ്ങളെ ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് ധരിപ്പിക്കാനായിട്ട് അദ്ദേഹം അത്രയ്ക്കും വലിയ ക്രൂരനല്ലല്ലോ. അപ്പോ ഈ കുട്ടികൾ പറഞ്ഞു, അമ്മ പറയുന്നത് ശരിയാണ്, ഇത് ഞങ്ങളെ കൊണ്ടെടുക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. പക്ഷെ ഞങ്ങളത് എടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പിറകിൽ ഒരു 3 അടിയും കൂടെ തന്നു. എന്നിട്ട് മുതുക് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നു. അപ്പൊ പിറകിൽ 3
ഈ വടി കൊണ്ട് അടി കിട്ടിയ 3 പാടുകൾ കണ്ടു. അപ്പോ അവർക്ക് സങ്കടം തോന്നി. എന്തായാലും അദ്ദേഹം വരട്ടെ, ഞാനത് ചോദിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കയറിയിരിക്കാൻ, ഞാൻ ഇതെല്ലാം പാചകം ചെയ്ത് നിങ്ങൾക്ക് ഭക്ഷണം തരാം. നിങ്ങൾ ഇത്രയും യാത്ര ചെയ്ത് ഇതെല്ലാം ചൂടെടുത്തുകൊണ്ട് ക്ഷീണിച്ചതല്ലേ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന്. അപ്പൊ വേണ്ട ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ വേണ്ട കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ അവരെ കയറ്റിയിരുത്തി അതിന് അവർ പാചകമൊക്കെ ചെയ്ത് ആ കുട്ടികൾക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ അവര് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ യമുനാചാര്യരുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്, സ്നാനമൊക്കെ ചെയ്ത് തിരിച്ചു വരികയാണ്. അപ്പോ പത്നി ചോദിക്കുകയാണ് അദ്ദേഹത്തിനോട്, നിങ്ങൾ എപ്പോഴാണ് ഇത്രയും ക്രൂരനായത്, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ നടന്ന സംഭവം മുഴുവൻ വിവരിച്ചു കൊടുത്തു. 2 കൊച്ചു കുട്ടികൾ ഇതെല്ലാം താങ്ങി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അവരതെടുക്കാനായിട്ട് വിസമ്മതിച്ച സമയത്ത് നിങ്ങൾ അവരുടെ പിറകിൽ 3 അടിയും കൂടെ കൊടുത്തതായിട്ട് അവര് പാട് കാണിച്ചു തന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിനെയൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് യമുനാചാര്യർക്ക് മനസ്സിലാകുന്നത് ഭഗവാൻ ആ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്നുള്ള മനസ്സിലാകുന്നത്. കാരണം നമ്മളുടെ ആവശ്യങ്ങളെല്ലാം യോഗക്ഷേമം വഹാമ്യഹം, ഞാൻ തന്നെ നിർവഹിച്ചു തരും എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അതിന്റെ ആ വാസ്തവം എന്താണെന്ന് അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. അപ്പോ അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും തന്നെ ചെയ്യാൻ തയ്യാറാകും. നമുക്കറിയാം ഒരുപാട് ഉദാഹരണങ്ങൾ. ബലി മഹാരാജാവിന്റെ കൊട്ടാരം കാവൽക്കാരനായി, അർജുനന്റെ സാരഥിയായി, അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഭഗവാൻ ചെയ്തിരിക്കുന്നു. അപ്പോ ഈ ഭക്തിമാർഗത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും ഭഗവാൻ തന്നെ അത് സ്വയം ഏറ്റെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം മൃഗാരിയുടെ കഥ. മൃഗാരി ഒരു കാട്ടാളനായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അപ്പോ നാരദമുനിയുടെയും പർവ്വതമുനിയുടെയും അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഇതുപോലെ അവരുടെ സത്സംഗം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആ ഭക്തിമാർഗത്തിനെ കുറിച്ച് എന്താണെന്ന് മനസ്സിലായി. അപ്പോ അദ്ദേഹം നാരദമുനി, നിങ്ങൾ എവിടെയും പോകണ്ട, ഒരു ജോലിയും അന്വേഷിച്ച് പോകണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് ജപിച്ചാൽ മതി. അപ്പൊ ജപിച്ചിട്ട് എന്റെ നിത്യവൃത്തിക്ക് ഞാൻ എന്ത് ചെയ്യും? അപ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യൂ, എന്നിട്ട് നോക്കൂ അതിന്റെ ഫലം എന്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെ മൃഗാരിയ ഒരു സ്ഥലത്തിരുന്ന് ജപിക്കാനായിട്ട് തുടങ്ങി. അപ്പോ മറ്റുള്ള ആൾക്കാർ നോക്കിയപ്പോ മൃഗാരിയെ പോലെ ഒരു കാട്ടാളൻ ഇരുന്ന് ജപിക്കണം. അപ്പൊ അവർക്കെല്ലാവർക്കും അദ്ദേഹത്തിന് അനുകമ്പ തോന്നിയിട്ട് അവരെല്ലാം തന്നെ പഴങ്ങള്, പച്ചക്കറികള്, ധാന്യങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ മൃഗാരി നോക്കിയപ്പോ എന്റെ നിത്യവൃത്തിക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് വേണ്ടത് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം പിന്നെ പാവങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ആ ഭക്തന്മാരുടെ സഹവാസം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മൃഗാരിയെ പോലെ ഒരു കാട്ടാളന് പോലും ഭക്തിമാർഗത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു. അപ്പൊ ഇത്രയും ഗ്യാരണ്ടിയാണ് ആ ഭഗവാൻ നമുക്ക് ഈ ശ്ലോകത്തിൽ കൂടെ തരുന്നത്. യോഗക്ഷേമം വഹാമ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണത്. ഇത് ഭഗവാന്റെ ഉറപ്പാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിനുവേണ്ടി നമ്മളെല്ലാവരും തന്നെ കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട്. കാരണം നമുക്കറിയാം അവരെല്ലാം നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരാണ് എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഭഗവാനെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും തന്നെ ചെയ്യാനായിട്ട് തയ്യാറാകും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലെ മനസ്സിലാക്കുക. പക്ഷെ എന്താ പറയുന്നത് ഭഗവാൻ? ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ, അനന്യാശ്ചിന്തയന്തഃ, മറ്റ് യാതൊരു ചിന്തയും ഇല്ലാതെ നിങ്ങൾ എന്നെ ശരണം പ്രാപിക്കണം. 2 ബോട്ടിലായിട്ട് കാലിട്ടതുകൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ സമീപിക്കുക, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ദേവതമാരെ സമീപിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രയോജനമില്ല. മറ്റ് യാതൊരു ചിന്തകളും ഇല്ലാതെ, അനന്യാശ്ചിന്തയന്തഃ, വേറെ യാതൊരു ചിന്തകളും ഇല്ലാതെ നമ്മൾ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു തരും എന്നുള്ളതിനുള്ള ഒരു ഗ്യാരണ്ടിയാണ് ഉള്ളത്. നമുക്ക് ദ്രൗപദിയുടെ ചരിത്രം അറിയാം. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദി ആദ്യം ഒരു കൈ കൊണ്ട് വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ അത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവസാനം രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ദ്രൗപദി 2 കൈയും ഉയർത്തിട്ട് ആ ഭഗവാനെ വിളിച്ചപ്പോഴാണ് ഭഗവാൻ വന്നിട്ട്
വസ്ത്രത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ദ്രൗപദിയുടെ മാനം കാക്കുന്നത്. അപ്പോ അത്രയും പ്രാധാന്യമാണ് നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ ഭഗവാനെ പൂർണ്ണമായിട്ടും നമ്മൾ ശരണം പ്രാപിക്കുമ്പോൾ, പൂർണ്ണമായിട്ടും കൃഷ്ണാവബോധത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ദൈനംദിന വൃത്തിക്ക് പോലും നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശ്രീല പ്രഭുപാദരുടെ ഉദാഹരണം എടുത്തു കഴിയുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ശ്രീല പ്രഭുപാദർ വെറും 40 രൂപയും പോക്കറ്റിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് കപ്പൽ കയറി പോകുന്നത്, ചരക്ക് കപ്പൽ കയറി പോകുന്നത്. പക്ഷെ അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം തെക്കോട്ട് തിരിയണോ, വടക്കോട്ട് തിരിയണോ, പടിഞ്ഞാട്ട് തിരിയണോ, കിഴക്കോട്ട് തിരിയണോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട്, കാരണം അദ്ദേഹം ബംഗാളിയായിരുന്നു, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് ഈ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിക്ക് അവിടെ നിന്ന് തുടക്കം കുറിക്കാനും അത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അടുത്ത 12 വർഷങ്ങളുടെ അദ്ദേഹത്തിന്റെ ആ ജീവിത ദൈർഘ്യത്തിൽ അദ്ദേഹം കയ്യിലൊന്നും ഇല്ലാതെ 108 ക്ഷേത്രങ്ങൾ പണിയിക്കാനും സാധിച്ചത്. അതെല്ലാം ഭഗവാന്റെ മാത്രം കൃപ കൊണ്ട് മാത്രമാണ്. അപ്പൊ അതാണ് ക്ഷേമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഭഗവാന്റെ ക്ഷേമം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആ ഭഗവാന്റെ ആ കരുണാമയമായിട്ടുള്ള രക്ഷ എന്നുള്ളതാണ് അർത്ഥം. അപ്പോ നമ്മളങ്ങനെ ഭക്തി യോഗത്തിൽ കൂടെ നമ്മൾ കൃഷ്ണാവബോധം ആർജിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ വീണ്ടും ഈ ക്ലേശപൂർണമായിട്ടുള്ള ഈ ബദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ. ആർക്കെങ്കിലും ഈ പറഞ്ഞ 3 ശ്ലോകങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അത് തിരുത്തി എഴുതി യമുനാചാര്യർ എന്ന് പറഞ്ഞില്ലേ, അത് യോഗക്ഷേമം എന്താ എഴുതിയത്? അതിന്റെ അർത്ഥം ഒന്നും കൂടി പറയുമോ? യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഞാൻ തന്നെ നിറവേറ്റും എന്നുള്ളതാണ്. അല്ല, അതിന് പകരം എന്താ എഴുതിയത്? അദ്ദേഹം എഴുതി യോഗക്ഷേമം കരോമ്യഹം, അതായത് ഞാൻ എൻ്റെ ഏജൻസ് വഴി, എൻ്റെ പ്രതിനിധികൾ വഴി ഞാൻ അത് നിർവഹിച്ചു കൊടുക്കും എന്നെഴുതി. അതിന്റെ അർത്ഥം എന്താ പ്രഭു? യമുനാചാര്യർ ചിന്തിച്ചു, ഭഗവാൻ തന്നെ നേരിട്ട് എങ്ങനെയാ വരുന്നത്? ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിനിധികളെ അയക്കുമായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ദേവതമാർ വഴി അല്ലെങ്കിൽ ഗുരുക്കന്മാരും ആചാര്യന്മാർ വഴി ഒക്കെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. ഭഗവാൻ സ്വയം നേരിട്ട് വരാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് യമുനാചാര്യർക്ക് തോന്നി. പക്ഷേ അപ്പോൾ തന്നെ ഉടനെ തന്നെ ഒട്ടും വൈകാതെ തന്നെ ഭഗവാൻ അത് സ്വയം കാണിച്ചു കൊടുത്തു, ഞാൻ തന്നെ വന്നിട്ട് അത് ചെയ്തു കൊടുക്കുക. അപ്പോ ഈ കുട്ടികളുടെ രൂപത്തിൽ വന്നത് കൃഷ്ണനും ബലരാമനും ആയിരുന്നു, പ്രതിനിധികൾ ആയിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ സ്വയം വന്നിട്ട്, അതുപോലെ തന്നെ അവരുടെ ആ പുറകില് 3 പാടുകൾ കാണിച്ചു കൊടുത്തില്ലേ, ആ യമുനാചാര്യ അതിന് 3 വര വരച്ചുല്ലോ ഭഗവത്ഗീതയില്. ആ യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ള ആ ലൈനിൽ 3 വര വരച്ചു, എന്നിട്ടാണ് മാറ്റി എഴുതിയത്. അപ്പൊ ആ 3 വരകളാണ് ഈ കുട്ടികളുടെ ദേഹത്ത് കണ്ടത്. അതായത് ഭഗവാനും ഭഗവത്ഗീതയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ തിരുമുഖത്ത് നിന്ന് ഉള്ള മുഖപത്മാത് വിനിസൃതം, ഭഗവാന്റെ തന്നെ തിരുമുഖത്ത് നിന്ന വാക്കുകളാണ്. ആ വാക്കുകളും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് നമ്മൾ അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ട് ബഹുമാനപൂർവ്വം നമ്മുടെ ഭഗവത്ഗീതയെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതിൽ വരച്ചിടാനും കുറിച്ചിടാനും നമ്മളുടെ അഭിപ്രായങ്ങൾ എഴുതാനും ഉള്ള ആ ഒരു ഗ്രന്ഥം അല്ല, വൈദിക ഗ്രന്ഥം അല്ല ഭഗവത്ഗീത. അത് ഭഗവാൻ നിന്ന് വ്യത്യസ്തം അല്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. വേറെ സംശയമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം പ്രഭുജിയോട് ആദരപൂർവ്വം. ഹരേ കൃഷ്ണ ആരംഭിച്ചു. ഹരിബോൾ ഹരിബോൾ. നവദ്വീപ് പരിക്രമ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നവദ്വീപ ഹരേ പരിക്രമ കൃഷ്ണ.